Another week, another movie. Dhanush's Kara, which was supposed to be a good comeback for Dhanush. Was it really a comeback or no? That's what we are going to talk about today. So the movie started off very well. The whole movie was like this. It was going up and then down, then up. It's like ECG, you know. So നല്ലൊരു സ്റ്റാർട്ട്, ഭയങ്കര ത്രില്ലിംഗ് സ്റ്റാർട്ട്. ലൈക്ക് ദ ധനുഷ് അഡ്മയറർ ഇൻസൈഡ് മീ വാസ് അവേക്കൻ, യുനോ. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടായിരുന്നു. ഞാൻ ഐ ഡിസൈഡഡ് ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ തിങ്. ഞാൻ റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് വെയിറ്റിംഗ് ഫോർ ഹിസ് റിയൽ ഒത്തന്റിസിറ്റി കം ബാക്ക്. The hope was alive until the end of the first half. Movie was going really well. Like it was the starting was very good and then it went down. But down it seems the emotional. സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇമോഷണലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റോറിക്ക് ഉള്ളിൽ ഒന്ന് ഇന്നാവാൻ വേണ്ടി ഒരു സമയം എടുക്കും. പിന്നെ ഇന്റർവെല്ലിന്റെ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും നല്ല രീതിയിൽ ഹൈ ആവും. ഹൈപ്പായിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ദ ആക്ച്വൽ തിങ്. ദ ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്. ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലൈൻസ്. ഈവൻ തോ ദ സ്റ്റോറി ഈസ് നോട്ട് വെരി നോട്ട് വെരി ന്യൂ. ഒരുപാട് കേട്ടോ, ഒരുപാട് കണ്ട് കേട്ട് പിന്നെ ഇതേ സെയിം സിനാരിയോസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ കനോട്ട് കമന്റ് ബിക്കോസ് സി ഇന്ത്യ ഇസ് നോട്ട് എ സ്മോൾ കൺട്രി. അപ്പൊ പലയിടത്തും നടക്കുന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അറിയാത്ത കാര്യമല്ല. അപ്പോൾ നമുക്ക് ഫുള്ളി മൂവി പ്രഡിക്റ്റബിൾ ആണ്. ബട്ട് എന്നാലും ഒരു മാക്സിമം ത്രില്ലിംഗ് മൊമെന്റ്, ചെറിയ ഗൂസ് ബംസ് കിട്ടുന്ന മൊമെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മമിതയുടെ ക്യാരക്ടർ, ഐ ഫെൽറ്റ് വെരി ബാഡ് മാൻ. ഷി ഹാഡ് നത്തിങ് ടു ഡു ഇൻ ദിസ് മൂവി. ഈവൻ ഇഫ് ഇറ്റ് വാസ് എ ന്യൂ ഫേസ് ഷി വുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ ഓൾസോ. ദർ വാസ് നത്തിങ് ഫോർ ഹെർ, ലൈക്ക് നത്തിങ് മച്ച് ടു ഓഫർ ഫോർ ഹെർ ഇൻ ദ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് വൈസ്, സ്ക്രീൻ പ്ലേ വൈസ് ദ മൂവി വാസ് ഗുഡ്. പക്ഷേ അതാണ് ധനുഷിന്റെ പെർഫോമൻസ്, ഐ ഡോണ്ട് ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൾവേസ് ഹൈ. ഇറ്റ് വാസ് എ നൈസ് പെർഫോമൻസ്. ആൻഡ് സുരാജ് അണ്ണ നിങ്ങൾ പൊളി, വേറെ ലെവൽ. സുരാജ് അണ്ണന്റെ വീരധീര സുരാല് നല്ല ക്യാരക്ടറായിരുന്നു, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് വേറെ ലെവൽ ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഹി വാസ് റിയലി ഗുഡ്. പിന്നെ ജയറാമിന് കേക്ക് വാക്ക് ദേ ഡിഡ് ഇറ്റ് റിയലി വെൽ. ബട്ട് സ്ക്രിപ്റ്റ് ഇപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ ആവശ്യം, ലൈക്ക് സി ഇറ്റ്സ് റെലവെന്റ്, അതൊക്കെ ശരിയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ കഷ്ടം മനസ്സിലാവുള്ളൂ. ദാറ്റ് ഈസ് ദയർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ നമുക്ക് ഈ ഒരു സ്റ്റോറി ഇപ്പം ഇങ്ങനെ പറയാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി റേറ്റഡ് പറയായിരുന്നു. എനിവേസ് ഇറ്റ്സ് ഓവറോൾ ആവറേജ്, അബവ് ആവറേജ് എക്സ്പീരിയൻസ് ഐ ക്യാൻ സേ. ഓഫ് കോഴ്സ് അബവ് ആവറേജ് എക്സ്പീരിയൻസ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ടിപ്പിക്കലായിരുന്നു. ലോട്ട് ഓഫ് പാസം സ്റ്റാഫ്സ് ആൻഡ് ഓൾ ദാറ്റ്. സി വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ധനുഷ് ഈസ് ലൈക്ക് ഐ ഡോണ്ട് നോ. സി ലാസ്റ്റ് മൂവി തെരേ ഇഷ്ക് മേൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്ട് ചെയ്ത മൂവീസ് ആയിക്കോട്ടെ, ഒരുപാട് ഇമോഷണൽ സ്റ്റഫ്സ് അകത്ത് കയറ്റിയിട്ട് ആ ഒരു അസുരൻ കർണൻ VIP മോഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഹി ഈസ് ഗോണ കം ബാക്ക് വിത്ത് എ മൂവി സൂൺ വിച്ച് വിൽ സാറ്റിസ്ഫൈ ദെയർ ഫാൻസ് 100%. സി ആസ് എ ഫാൻ ഐ സോ ഹിസ് പെർഫോമൻസ്, ഇറ്റ് വാസ് അമേസിംഗ്. ഐ എം ഹാപ്പി. ബട്ട് it should be a full circle, right? So yeah, that's my take and experience on Kara. Give it a try if you are a Dhanush fan or you like to watch Dhanush on screen, just like that. Yeah, so it has good thrilling moments as well.